ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞങ്ങൾ ഞായറാഴ്ച കോട്ടയം വരെ പോവാണ് കേട്ടോ. അപ്പം സബിത ചേച്ചിയും സുനിലേട്ടനും പിള്ളേരും ഉണ്ട്, അതുപോലെ തന്നെ മോളി ചേച്ചിയും ബിച്ചേട്ടനും ഉണ്ട്, നമ്മളും ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കോട്ടയത്താണ് പോകുന്നത്. ഏറ്റുമാനൂരേക്കാണ് പോകുന്നത്. ഇതൊരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ പോകുന്ന വിവരം ആ ആൾക്കറിയില്ല, വേറെ ആരുമല്ല, നമ്മുടെ തുമ്പിസിൻ്റെയൊക്കെ പഠിപ്പിക്കുന്ന സാറിന് വേണ്ടി ഒരു സർപ്രൈസ് വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സാറിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ പോവാണ്. സാറിന് ഒരു സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ സാറിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴി വാഗമൺ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോഴേക്കും അവിടെ ഒരു പായസക്കട കണ്ടു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി പായസം വാങ്ങിച്ചു. അത് കുടിച്ച് നല്ല സൂപ്പർ പായസമായിരുന്നു കേട്ടോ. ഈ വഴി പോവുകയാണെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങളെല്ലാവരും കയറേണ്ട ഒരു സ്ഥലമാണ്. വഴിയിൽ തന്നെ നമ്മുടെ വാഗമൺ, അതായത് നമ്മൾ പനയിൽ നിന്ന് വരുന്നവർ ഉപ്പുതറ കൂടി വാഗമണ്ണ് പോവില്ലേ, അവിടെയാണ് നമ്മുടെ ഈ ഷോപ്പ് ഉള്ളത്. അപ്പം ഇവിടെ വരുന്നവർ മസ്റ്റായിട്ടും ഇവിടെ വന്ന് പായസം കുടിക്കണം. അടപ്രഥമനായിരുന്നു, അടിപൊളിയാണ്. ചേട്ടൻ്റെ വീട് തൊട്ട് അടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങൾ പായസമൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് പോന്നു. അപ്പം വാഗമൺ ആ ഏരിയ എന്ന് പറയുമ്പോഴത്തേനും നല്ല രീതിയിൽ മഞ്ഞിറങ്ങുന്ന ടൈമാണ്, നല്ല കോട മഞ്ഞിറങ്ങുന്ന ടൈമാണ്. അപ്പം നമ്മൾ ആ ഇറങ്ങി വരുമ്പോൾ വാഗമണ്ണിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോഴാണ് ഈ സ്ഥലം കാണാൻ പറ്റുന്നത്. അടിപൊളി സ്ഥലമാണിത്. അപ്പം നമ്മൾ കഴിക്കാനായിട്ട്, ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഏകദേശം ഒരു 2 മണി 3 മണിയോട് ആയിട്ടുണ്ടാവും. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങി. നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ 11 മണിയോട് കൂടിയാണ് അവിടെ നിന്ന് പോകുന്നത്. സബിത ചേച്ചിക്കും മോളി ചേച്ചിക്കും പള്ളിയിലൊക്കെ പോയിട്ട് വരേണ്ട കൊണ്ട് ഏകദേശം നമ്മൾ 11 മണി കഴിഞ്ഞു നമ്മൾ അവിടെ നിന്ന് പോകുന്നപ്പോഴേക്കും. അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുന്നതാണ്. നല്ലൊരു റെസ്റ്റോറൻ്റാണ്, ഫാമിലി റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇലയിലൊക്കെയാണ് അവർ ഫുഡ് കൊണ്ടു തന്നിരുന്നത്. നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ള ഫുഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം സാറിനെ ഗിഫ്റ്റൊക്കെ വാങ്ങാനായിട്ട്, അതായത് ഫ്രൂട്ട്സൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത്. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ആ സമയത്ത് പിള്ളേർക്ക് കുറച്ച് മിഠായിയൊക്കെ മേടിച്ച് കൊടുത്ത് അവരവിടെ ഇരിക്കണം. അപ്പം ഞങ്ങൾക്ക് ശരിക്കും സാറിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അറിയില്ലല്ലോ. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് സാറിനെ വിളിച്ചിട്ട് സാറ് വീട്ടിലേക്ക് വരാനുള്ള നമുക്ക് ഗൂഗിൾ മാപ്പ് അയച്ചു തന്നു. അതിന് ശേഷമാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അപ്പം പിള്ളേരും വളരെയേറെ സന്തോഷത്തിലാണ്. അവരറിഞ്ഞു സാറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നതെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ലൊക്കേഷൻ മാപ്പൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഷോർട്ട് കട്ട് കയറിയാണ് പോകുന്നത്. നല്ല ഒരു എന്താ പറയുക, ഞങ്ങൾക്കും വളരെ ത്രില്ലായിട്ടോ. അവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സാറിൻ്റെ വീട് കാണുന്നതും അവർ എങ്ങനെ എടുക്കും, അവരെക്കാട്ടിൽ കൂടുതൽ സർപ്രൈസ് നമുക്കായിരുന്നു കേട്ടോ. എന്താവും സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ സാറിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ നരിയമ്പാറയിലെ മന്ന മെമ്മോറിയൽ സ്കൂളിലാണ് സാർ പഠിപ്പിക്കുന്നത്. സാർ ഇപ്പോൾ ഇത്രയും ദൂരത്തു നിന്നാണ് അവിടെ വരുന്നത്. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഇതായിപ്പോയി. കാരണം എന്ത് ദൂരത്തു നിന്നാണ് സാറ് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ, ഞങ്ങളുടെ ഓരോ കുട്ടികളെയും പഠിപ്പിക്കാൻ എത്തുന്നതിന് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ സാറിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്നത് അവർക്ക് എല്ലാവർക്കും വളരെ സന്തോഷമായി. സാറിൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അമ്മയും അച്ഛനും ടീച്ചറാണ്, അതുപോലെ തന്നെ സാറിൻ്റെ ഭാര്യയും ടീച്ചർ തന്നെയാണ് അവർ. അപ്പം നല്ലൊരു കുടുംബം, ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. വീടാണേലും നല്ല വീടാണ് കേട്ടോ. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സാറിൻ്റെ ആ ഒരു വീടും അവരുടെ ആ ഒരു ഇടപെടലും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ അവർ തന്നു, ഒരുപാട് ഫുഡ് കഴിക്കാൻ തന്നു. നമ്മൾ ചെല്ലുന്ന സർപ്രൈസ് ആയിട്ടായി ചെയ്യുന്നത് കൊണ്ട് തന്നെ വേറെ കാര്യമായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതിനൊത്തിരി ഞങ്ങളോട് പറഞ്ഞു അവിടെ നമുക്ക് ഇന്നൊന്നും സ്റ്റേ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് പറ്റില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ജിഷ ടീച്ചറും തൊട്ടടുത്ത് സാറിൻ്റെ അടുത്ത്, വീടിനടുത്ത് തന്നെ ഏകദേശം ഒരു 30 കിലോമീറ്റർ മാറിയാണ് ജിഷ ടീച്ചറും ഉള്ളത്. അപ്പോൾ നമ്മൾ സാറിൻ്റെ അടുത്ത് വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ടീച്ചറിൻ്റെ അടുത്തും പോകണം. അപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് പോകാനും ഞങ്ങൾ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറേ എടുത്തു. സാറിന് വളരെ സന്തോഷമായി, അതിലേറെ ഞങ്ങൾക്കും സന്തോഷമായി. കാരണം വരാൻ കഴിഞ്ഞതും ഇവിടെയൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞതും. പിന്നെ സാറിന് ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ താമസമല്ലേ നമ്മൾ വന്നത്. ഏകദേശം ഒരു 5 മണി ആയിട്ടുണ്ടാവും സാറിൻ്റെ വീട്ടിൽ വന്നപ്പോഴേക്കും. നേരെ സാറിന് ഒരുപാട് സ്ഥലത്ത് നമ്മളെ
കൊണ്ടുപോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സമയം വളരെ കുറവായതുകൊണ്ട് നമുക്ക് അവരോടൊക്കെ ടാറ്റ പറഞ്ഞു. ഞങ്ങൾ നേരെ ജിഷ ടീച്ചറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം ജിഷ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞപ്പോൾ ടീച്ചറിന് മനസ്സിലായി കേട്ടോ, ഞങ്ങൾ അങ്ങോട്ടും വരുന്നുണ്ടെന്നുള്ള കാര്യം ടീച്ചറിന് മനസ്സിലായി. അങ്ങനെ ടീച്ചർ ലൊക്കേഷൻ മാപ്പ് ഞങ്ങൾക്ക് അയച്ചു തന്നു. അപ്പം നമ്മളിനി ജിഷ ടീച്ചറിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം സുമോ സാറിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി ഇനി ജിഷ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പോകും. ഇവിടെ നിന്ന് ജിഷ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പോകാൻ ഏകദേശം 30 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് ചെല്ലാനുള്ള മാപ്പൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പാലായിൽ വന്നിട്ടുണ്ട്, ഭരണങ്ങാനത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ 10ൽ പഠിച്ചിരുന്ന സമയത്താണ്. അപ്പോൾ ഈ റൂട്ടുകളും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഞാൻ 10ൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ഭരണങ്ങാനത്ത് അൽഫോൺസാമ്മയുടെ പള്ളിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഭരണങ്ങാനം വന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനും ചേട്ടായിയും പിള്ളേരും കൂടെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ബസ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഈ റൂട്ട് ഞങ്ങളിത് ആദ്യമാണ്. അതായത് നമ്മുടെ വാഗമൺ കൂടി ഞങ്ങൾ ഈ റൂട്ട് വരുന്നത് ആദ്യമായിട്ടാണ്. ഞങ്ങൾ ഏറ്റുമാനൂർ വന്നിരുന്നത് പൊൻകുന്നം ആ ഒരു സൈഡ് വഴിയാണ് ഞങ്ങൾ വന്നിരുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു പുതുമയാണ് കേട്ടോ. അപ്പം പോകുന്ന വഴിയിൽ നമ്മൾ കുറേയേറെ പള്ളികൾ കണ്ടു. ശരിക്കും ഈ പള്ളിയുടെ പേര് പറഞ്ഞാണ് കേട്ടോ, ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞങ്ങൾ അങ്ങനെ ജിഷ ടീച്ചറിൻ്റെ വീട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ടൗണിൽ നിന്ന്, ഒരു ചെറിയൊരു സിറ്റിയാണ്, ആ ചെറിയൊരു സിറ്റിയിൽ നിന്നാണ് നമ്മൾ ജിഷ ടീച്ചറിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം ഒന്ന് ഡൗട്ട് അടിച്ചു, ഈ വീട് തന്നെയാണോ എന്നൊന്ന് ഡൗട്ട് അടിച്ചു. അപ്പോഴത്തേനും കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഓണൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ജിഷ ടീച്ചർ ഇറങ്ങി വന്നു. അപ്പോൾ ടീച്ചർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് കൺഫേം ആയി. ഞങ്ങളങ്ങനെ അവിടെ ഇറങ്ങി. അപ്പം ജിഷ ടീച്ചറിനെ കണ്ടു, ടീച്ചറിൻ്റെ കുഞ്ഞിനെ കണ്ടു. നമ്മൾ മുമ്പേ കണ്ടത് ടീച്ചറിൻ്റെ ഹസ്ബൻഡും കുഞ്ഞുമാണ്. അപ്പോൾ അവർ അമ്പലത്തിൽ പോകാൻ വേണ്ടിയാണ് പോയേക്കാണ് കേട്ടോ. ജിഷ ടീച്ചറിൻ്റെ അമ്മേനെയും അച്ഛനെയൊക്കെ കണ്ടു. അപ്പം ഞങ്ങൾക്ക് നല്ലൊരു ട്രീറ്റ് തന്നു, ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളതെല്ലാം കഴിച്ചു. അതിന് ശേഷം കുറേ നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു, സെൽഫി എടുത്തു. ഞങ്ങൾക്ക് വളരെ ഞങ്ങൾ എൻജോയ് ചെയ്തു. നമ്മൾ രണ്ട് സുമോസാറിൻ്റെ ടീച്ചറിൻ്റെ വീട്ടിലാണെങ്കിലും അവരുടെ ഫാമിലി നമ്മളോട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയും അവർ നമ്മളോടൊപ്പം നിൽക്കുന്ന ഫാമിലിയായിരുന്നു. ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഞങ്ങളോട് ഒരുപാട് സംസാരിച്ചു, ഞങ്ങളുടെ കൂടെ നിന്നു. അപ്പം ഇവിടെ ജിഷ ടീച്ചറിൻ്റെ മക്കൾ 2 പേരും അതും സാറും കൂടി ശബരിമലയ്ക്ക് പോവാണ് നാളെ വെളുപ്പിനെ. അപ്പം അതിന് കുഞ്ഞിനോട് ഒരു ആശംസയൊക്കെ പറഞ്ഞു. അവർ മലയ്ക്ക് പോകുന്നതിൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇതിനിടയ്ക്ക് തുമ്പി അപ്പും സെൽഫി എടുക്കലായിട്ടും അക്സമോനും അവരെല്ലാവരും ചേർന്ന് നിന്ന് ഭയങ്കര കലാപരിപാടിയും വീഡിയോ എടുക്കലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷകരമായിട്ടുള്ള ഒരു നല്ല ട്രിപ്പ് പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പം ഞങ്ങൾ ജിഷ ടീച്ചറിനോടും അച്ഛനോടും ഒക്കെ ടാറ്റ പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ്. നമ്മളിവിടെ ഒരാളുടെ കാര്യം പറയാൻ മറന്നുപോയി. ജിഷ ടീച്ചറിൻ്റെ മകൻ. പുള്ളി നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിലൊന്നും വരില്ല, ഫോട്ടോ എടുക്കാനൊന്നും പുള്ളി സമ്മതിക്കില്ല. അതുകൊണ്ട് നമുക്ക് അവൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ചു പോകുന്നത് കാഞ്ഞിരപ്പള്ളി കൂടിയാണ്. മുണ്ടക്കയം കുട്ടിക്കാനം കയറിയാണ് നമ്മൾ കട്ടപ്പനയ്ക്ക് പോകുന്നത്. അപ്പം കൂട്ടുകാരെ, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സുമോ സാറിനും ജിഷ ടീച്ചറിനും ഒരു സർപ്രൈസ് വീഡിയോ ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. അപ്പം ഇനിയും ഒരുപാട് വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പം എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.